സാറിന്റെ ഇടതെന്നാൽ ഇസ്ലാം എന്ന വീഡിയോ കണ്ടിരുന്നു. ലെഫ്റ്റ് ഇസ്ലാമിനോട് ഓട്ടോമാറ്റിക്കലി ഒന്നിക്കുന്നത് വളരെ ആശ്ചര്യമായി തോന്നിയിട്ടില്ലേ? എനിക്ക് ആശ്ചര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താണ് ആശ്ചര്യം? നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അത് കാണുമ്പോൾ അറിയാം. ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നോണം പുരോഗമനം, മാറ്റത്തെ അനുസരിക്കുന്നൊന്നുമല്ല. ലെഫ്റ്റ് അങ്ങനെയല്ല. ചരിത്രത്തിലും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ മാവോ സേതുങ് മരിച്ചു. ഇപ്പൊ ഇന്നിപ്പോ വി.എസ്. അച്യുതാനന്ദന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ പുള്ളിയെ കുറിച്ച് എന്താണ് എല്ലാവരും പറയുന്നത്? പുള്ളി അവിടെ ആളുകൾ ചെന്നിട്ട് കാണിക്കുന്ന വികാരം, എന്താണ് ശരിക്കും അത്? അതൊരു റിലീജിയസ് ലീഡർ മരിച്ച ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു ഇത്. അത് ഉമ്മൻചാണ്ടിയുടെ ഖബറിടം അല്ല, അങ്ങനെ അതിപ്പോ എന്താണ് പറയുന്നത്, ആളുകൾക്ക് രോഗശാന്തി ശുശ്രൂഷ ഒക്കെ ഇച്ഛിക്കുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് ആളുകൾ. പലരും അവിടെ നിന്ന് തുടങ്ങുന്നു. ഇപ്പൊ ഈ വ്യക്തിക്ക് ഇതേപോലെയുള്ള ഒരു ഒരു അമാനുഷികമായിട്ടുള്ള ഒരു പരിവേഷം നൽകുക എന്ന് പറയുന്നത് ഒരു മതാത്മകമായ കാര്യമാണ്. ലോകത്തെവിടെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആൾ ദൈവങ്ങളും ഇതേ കണക്കുള്ള വ്യക്തി ദൈവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുള്ള, അധികാരത്തിലെത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരാളിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് എല്ലാ സാധനങ്ങളും ഒതുങ്ങിയിട്ടുണ്ട്. അത് രണ്ടു വരുന്നിടത്ത് എന്ത് സംഭവിക്കുമെന്നും നമുക്ക് ഊഹിക്കാൻ കഴിയും. അത് ട്രോസ്കിക്ക് സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അപ്പം ഇത് ഒരു മതമാണ് ഇത് ബേസിക്കലി. അത് അതുകൊണ്ടാണ് ആ വികാരം ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ.